ബന്ധു നിയമന വിവാദത്തിൽ പി ജയരാജനെതിരെ പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവ് വിജിലൻസ് ഡയറക്ടർ നാളെ പുറപ്പെടുവിക്കും. ജീവൻ കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജീവൻ, വിശദാംശങ്ങൾ. സൗമ്യ കേൾക്കാമെന്ന് വരുന്നു. പറഞ്ഞോളൂ, വിശദാംശങ്ങളിലേക്ക് ജീവൻ. സൗമ്യ, അല്പസമയങ്ങൾക്ക് മുമ്പാണ് വിജിലൻസിന്റെ ഡയറക്ടർ ഇത് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഏറെ നീണ്ടുനിന്ന തീരുമാനങ്ങൾക്കും നിഗമനങ്ങൾക്കും വിശദമായ പരിശോധനകൾക്കും ഒടുവിലാണ് ഈ കാര്യത്തിൽ ഒരു പ്രാഥമികമായ അന്വേഷണം ജയരാജനെതിരെ മന്ത്രി ഇ പി ജയരാജനെതിരെ നടത്താനായി വിജിലൻസ് ഡയറക്ടർ തീരുമാനിച്ചത്. വിജിലൻസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 2 എന്നായിരിക്കും അന്വേഷണ ചുമതല കൈമാറുക. ഇത് സംബന്ധിച്ചുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു ആദ്യ യോഗം നാളെ രാവിലെ 10 മണിയോടുകൂടി തിരുവനന്തപുരം വിജിലൻസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ചേരുന്നതിനും വിജിലൻസ് ഡയറക്ടർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളെ വിജിലൻസിന്റെ നിയമോപദേശകരോടും അതോടൊപ്പം SIU 2 നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരോടും വിജിലൻസ് ഡയറക്ടറേറ്റിൽ ഹാജരാവാനാണ് വിജിലൻസ് ഡയറക്ടറായ ജേക്കബ് തോമസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇന്ന് രാവിലെ മുതൽ നടന്ന നീണ്ട കൂടിയാലോചനകൾക്കും നിയമപരമായ പരിശോധനകൾക്കും ഒടുവിലാണ് ഇപ്പോൾ ഡയറക്ടർ ഈ തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. രാവിലെ മുതൽ വിജിലൻസിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻസ് ആയ വക്കം ശശീന്ദ്രൻ, ലീഗൽ അഡ്വൈസർ അഗസ്റ്റിൻ, അതോടൊപ്പം അഡീഷണൽ ലീഗൽ അഡ്വൈസറായ ചെറുന്നൂർ ഉണ്ണികൃഷ്ണൻ എന്നിവരുമായി വിജിലൻസ് ഡയറക്ടർ നീണ്ട ചർച്ചകൾ നടത്തിയിരുന്നു. അതിനുശേഷം ഇന്ന് കോടതിയിലും ഒരു കേസ് ഇത് സംബന്ധിച്ച് വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് ഇനിയിപ്പോൾ നാളെ ഇതേ നിലപാട് തന്നെ കോടതിയിൽ അറിയിക്കാനും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നതിന് ശേഷമായിരിക്കും ഇതിന്റെ പ്ലാൻ ഓഫ് ആക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കുക. എന്തായാലും 15 നിശ്ചിതമായ ഒരു തീയതി തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ അത് നാളെ ഡയറക്ടർ യോഗ സ്ഥലത്ത് വെച്ച് മാത്രമായിരിക്കും എത്ര ദിവസം കൊണ്ട് ഈ പ്രാഥമികമായ പരിശോധന പൂർത്തീകരിക്കണം എന്ന് പറയുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കൂ എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. സൗമ്യ, ജീവൻ, ഒരു ഭാഗത്ത് വിജിലൻസ് ഡയറക്ടർ ഇതിന്റെ നിയമവശങ്ങളെ കുറിച്ച് വിശദമായ ചർച്ചകൾ ഇന്ന് നടത്തിയിരുന്നു. ഇതിന്റെയൊക്കെ പശ്ചാത്തലങ്ങൾ എങ്ങനെയാണ്? പ്രത്യേകിച്ച് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികൾ, നിയമപരമായ വശങ്ങളൊക്കെ എങ്ങനെയാണ് പരിശോധിക്കപ്പെട്ടിട്ടുള്ളത്? സൗമ്യ, വിജിലൻസിനെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ പരാതിയിൽ ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ മാനേജിംഗ് ഡയറക്ടർമാരെയും അവിടുത്തെ ഉദ്യോഗസ്ഥരെയും നിയമിക്കുന്നതിനായി LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു. റിയാബ് എന്ന ഒരു ഏജൻസി, വ്യവസായ വകുപ്പിന് കീഴിലുള്ള റിയാബ് എന്ന് പറയുന്ന ഒരു ഏജൻസി തന്നെയാണ് പൊതുമേഖലാ സ്ഥാപന മേധാവിമാരുടെ നിയമനം സംബന്ധിച്ചുള്ള അവരുടെ യോഗ്യതകൾ സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്താനായി ചുമതലപ്പെട്ടിരുന്ന ഏജൻസി. ഈ ഏജൻസിയുടെ അംഗീകാരത്തോടും അറിവോടും കൂടിയാണോ ഇത്തരത്തിൽ ഒരു നിയമന പ്രക്രിയ നടന്നിട്ടുള്ളത്? നിയമനം ലഭിച്ചവർ നിയമനം ഏൽക്കാൻ സാധ്യമല്ല എന്ന് മന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിയമനം ഏൽക്കാതെ പോവുകയും പൊതുഖജനാവിന് നഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടില്ലാത്തൊരു പ്രക്രിയയുണ്ട്. എന്നാൽ മുൻപുണ്ടായിരിക്കുന്ന ചില സമാനമായ സംഭവങ്ങളിൽ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ഒരു വിമുക്ത പഠന ഭൂമി ദാനവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തുവെങ്കിലും അന്ന് തുടർന്ന് VS അച്യുതാനന്ദൻ തന്നെ ഹൈക്കോടതിയിൽ പോയി ആ FIRൽ സ്റ്റേ വാങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതടക്കമുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഉപഭോക്താവ് അല്ലെങ്കിൽ ആർക്കാണോ അതുകൊണ്ട് ലാഭമുണ്ടാവേണ്ട വ്യക്തി ആ ലാഭം ഉണ്ടാകാതിരിക്കുന്ന ഘട്ടത്തിൽ ഈ പരാതി നിലനിൽക്കുമോ എന്നതായിരുന്നു വിജിലൻസ് ആദ്യത്തിൽ പരിശോധിച്ച് വന്നൊരു കാര്യം. ഇനി എന്തായാലും ആ കാര്യത്തിൽ അന്തിമമായ നിയമപരമായി രണ്ട് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ വിജിലൻസിന്റെ ഉന്നത മേധാവിമാർക്ക് തന്നെ ഈ കാര്യത്തിൽ ഒരു ഏകാഭിപ്രായത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. പക്ഷേ എന്നാൽ അവരുടെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ലളിതകുമാരി കേസിന്റെ ഒരു വിധിയാണ്. ലളിതകുമാരി വേഴ്സസ് ഉത്തർപ്രദേശ് എന്ന കേസിൽ ഒരു പരാതി ഉണ്ടായാൽ അതിന്മേൽ ഒരു അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ ആ ഫയൽ ക്ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഫയൽ പിന്നീട് കണ്ടിന്യൂ ചെയ്യാനോ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പ്രാഥമികമായ അന്വേഷണം എന്നത് ഒരു കാരണവശാലും ഒഴിവാക്കാനാവില്ല എന്ന നിലപാടിലേക്ക് എത്തിയിരുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ പരിശോധനക്കും തീർപ്പിനും വിധേയമാകട്ടെ എന്ന ഒരു പൊതു നിലപാടിലേക്ക് എത്തുകയായിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. വിജിലൻസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 2 എന്നത് ഒരു സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ ടെറിട്ടറിയുള്ള, സംസ്ഥാന അടിസ്ഥാനത്തിൽ ജൂറിസ്ഡിക്ഷൻ ഉള്ള ഒരു ഒരു യൂണിറ്റാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ മുഴുവൻ കേസുകളും അവർക്ക് പരിശോധിക്കാനായി കഴിയും. മുമ്പ് KM മാണിയുടെ കേസ് ഉണ്ടായിരുന്ന സമയത്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 1 ചുമതല ഏൽപ്പിച്ചിരുന്നത്. ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 2 ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ
നിലവിലുള്ള നിയമങ്ങളുടെയും ഇതിന്റെയും പശ്ചാത്തലത്തിൽ ഇനി ഒരു പരിശോധന അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ നടത്തട്ടെ എന്ന ഒരു അഭിപ്രായത്തിലേക്ക് വിജിലൻസിന്റെ ഉന്നത വൃത്തങ്ങൾ എത്തിച്ചേർന്നു. സ്വാഭാവികമായും അവരുടെ മുന്നിൽ ഉണ്ടായിരിക്കുന്ന ഈ കൺഫ്യൂഷൻസ് അത് റാക്ടിഫൈ ചെയ്യേണ്ടത് പരിശോധനയിലൂടെ മാത്രമേ ഇനി നടക്കട്ടെ എന്നതാണ് വിജിലൻസിന്റെ മുന്നിലുള്ള ഇത്. അപ്പോഴും ചില നിയമപരമായ ചില സംശയങ്ങൾ ആ ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ച് മന്ത്രിയുടെ ഇൻവോൾവ്മെന്റ് എങ്ങനെയാണ് ഈ കാര്യത്തിൽ കൃത്യമായി പ്രൂവ് ചെയ്യാൻ കഴിയും സംബന്ധിച്ച് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന രേഖകൾ പ്രകാരം ഒരു ഡോക്യുമെന്റ്സ് പുറത്തു വന്നിട്ടില്ല. ജീവൻ, ഞാൻ തിരികെ എത്താം. ശ്രീ ജേക്കബ് ജോർജ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ ഇപ്പോൾ നിയമവിവാദവുമായി ബന്ധപ്പെട്ടൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന വലിയ വിവാദങ്ങൾ നമ്മൾ കാണുന്നതാണ്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ അതിന്റെ നിയമവശങ്ങളൊക്കെ തന്നെയും വിശദമായി തന്നെ പഠിച്ച ശേഷം ഇങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. വിജിലൻസ് ഡയറക്ടർ നാളെ ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ഒരു വിഷയത്തിൽ. ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളും ഈ അന്വേഷണവും ഒക്കെ കാണുമ്പോൾ അതേക്കുറിച്ച് ശ്രീ ജേക്കബ് ജോർജ്. ഈ സാഹചര്യങ്ങള് വിജിലൻസിന്റെ അന്വേഷണം സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒരു അന്വേഷണമാണ്. അത് അനിവാര്യമായ കാര്യമായിരുന്നു. കാരണം മുൻ ഗവൺമെന്റിന്റെ കാലത്തും ഇതുപോലെയുള്ള അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൽ പ്രധാനമായതും ഗൗരവമുള്ളതും KM മാണിക്കെതിരെയുള്ള ആരോപണമായിരുന്നു. EP ജയരാജനെതിരെ ഉയർന്ന ആരോപണത്തിൽ പ്രഥമ ദൃഷ്ടിയ തന്നെ ആ ഒരു ബന്ധു നിയമനം, അതും യോഗ്യതയില്ലാത്ത ഒരാൾക്ക് നൽകിയ നിയമനം എന്നീ കാര്യങ്ങൾ വളരെ പ്രത്യേകം ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെയാണ് അത് കേരളത്തിൽ പെട്ടെന്ന് വിവാദമായത്. രണ്ടാമത്തെ കാര്യം, പിണറായി വിജയൻ അധികാരമേറ്റത് തന്നെ, UDF പരാജയപ്പെടുത്തിക്കൊണ്ട് അധികാരമേറ്റത് തന്നെ ഒരു തികച്ചും അഴിമതി രഹിതമായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്ന് ലക്ഷ്യം വെച്ചിട്ടാണ്. ആ ലക്ഷ്യത്തിന് പരമാവധി അങ്ങേയറ്റം തുരങ്കം വയ്ക്കുന്ന രീതിയിലായിപ്പോയി EP ജയരാജന്റെ നടപടി എന്ന് പരക്കെ സംസാരമുണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിലും വിജിലൻസ് അന്വേഷണത്തിന് ഏറെ പ്രസക്തിയുണ്ട്. സൗമ്യ, ഈ ഒരു വിഷയത്തിലെ കാര്യം വരികയാണ്. ശ്രീ ജേക്കബ് ജോർജ് നമ്മളൊപ്പം തുടരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ ഈ കേസിന്റെ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് നിയമപരമായ വശം, അതിപ്പോൾ വിജിലൻസ് ഡയറക്ടർ നാളെ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു, അന്വേഷണം നടക്കുന്നു, ആ വിധത്തിലേക്ക് കാര്യങ്ങൾ പോകും. മറ്റൊരു ഭാഗത്ത് ഇതിന്റെ രാഷ്ട്രീയപരമായ വശമാണ്. താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ പിണറായി സർക്കാർ അധികാരമേറ്റതിന് ശേഷം മറുഭാഗത്ത് ഈ വിധത്തിൽ നടക്കുന്ന വലിയ സർക്കാരിനെതിരെ നടക്കുന്ന വലിയ തരത്തിലുള്ള നീക്കങ്ങൾക്കൊക്കെ ചൂടുപകരുന്ന രീതിയിലായിരുന്നു ഈ ഒരു വിഷയം വന്നതും കൂടി. ഒരുപക്ഷെ ഇതിന്റെ മറ്റൊരു വിഷയം, നേരത്തെ അല്പം മുമ്പ് ഞങ്ങളുടെ റിപ്പോർട്ടർ ജീവൻ സൂചിപ്പിച്ചൊരു സുപ്രധാനമായ വിഷയമുണ്ട്. ഇവിടെ ഒരുപക്ഷെ മറ്റ് കേസുകൾ വിജിലൻസ് കൈകാര്യം ചെയ്തിട്ടുള്ളതുപോലെ ചില കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ബന്ധു നിയമനങ്ങൾ അത് അനധികൃതമാണെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷേ മറ്റ് കാര്യങ്ങൾ, അതായത് ഇതിൽ മന്ത്രിക്കടക്കം എങ്ങനെ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന കാര്യങ്ങൾ തെളിയിക്കപ്പെടേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇതുകൊണ്ട് നഷ്ടമുണ്ടായോ, ഖജനാവ് നഷ്ടമുണ്ടായോ അടക്കമുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഒരുപക്ഷെ ഈ രണ്ട് വിഷയങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് വേണ്ട ഈ ഒരു കാര്യം പരിശോധിക്കപ്പെടാൻ. ശ്രീ ജേക്കബ് ജോർജ്. അദ്ദേഹം ടെലിഫോൺ ലൈൻ കട്ടായെന്നാണ് കരുതുന്നത്. ഏതായാലും നിലവിൽ EP ജയരാജനെതിരെ വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിടുകയാണ്. ഉത്തരവ് നാളെ വിജിലൻസ് ഡയറക്ടർ പുറപ്പെടുവിക്കും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബന്ധു നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ ആണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വിജിലൻസ് യൂണിറ്റ് ഈ വിഷയം അന്വേഷിക്കും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമായിരിക്കും മറ്റ് നടപടികൾ ഉണ്ടാകുക. വിജിലൻസ് ഡയറക്ടറാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ശ്രീ PM മനോജ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ PM മനോജ്, ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവ് കൂടി വരുവാണ്. പ്രാഥമിക അന്വേഷണത്തിന് നാളെ വിജിലൻസ് ഡയറക്ടർ ഉത്തരവ് പുറപ്പെടുവിക്കും. ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് നിലവിലെ ഈ ഒരു വിഷയത്തിന്റെ രാഷ്ട്രീയ സാഹചര്യവും ഒക്കെ കൂടിയാണ്. ഇതൊക്കെ ചേർത്ത് വെച്ചാൽ ഇന്നത്തെ ഈ ഒരു ഉത്തരവിന്റെ ഒക്കെ പശ്ചാത്തലം കൂടി. അല്ല, ഇവിടെയാണ് വ്യത്യാസം വ്യക്തമാകുന്നത്. കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത് കൂറ്റൻ അഴിമതികൾ പുറത്തു വന്നു. മന്ത്രിമാർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിവ് സഹിതം പുറത്തു വന്നു. ആ സമയത്ത് വിജിലൻസിനെ ഈ മന്ത്രിമാരെ രക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും അന്വേഷണം നടത്താതിരിക്കുകയും ത്വരിതാന്വേഷണം പോലും ലളിതകുമാരി കേസിന്റെ പ്രാഥമികമായ ധാരണ പോലും അട്ടിമറിച്ചുകൊണ്ട് അന്വേഷണം നടത്താതിരിക്കുകയാണ് ചെയ്തത്. ഇവിടെ അഴിമതിയൊന്നുമല്ല നടന്നത്. ഇവിടെ ഒരു നിയമനം നടന്നപ്പോൾ പോലും അതിൽ ആക്ഷേപം ഉയർന്നു വന്നപ്പോൾ, അത് സ്വജനപക്ഷപാതമാണെന്ന പരാതി ഉയർന്നു വന്നപ്പോൾ, അത് വിജിലൻസിനെ അതിന്റെ വഴിക്ക് കൂട്ടിലടച്ച തത്തയെന്നും അതുപോലെ കെട്ടിയിട്ട മൃഗമെന്നുമൊക്കെ നേരത്തെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഈ വിജിലൻസിനെ സ്വതന്ത്രമായി അന്വേഷണം നടത്താനും ഉള്ള സന്നദ്ധതയാണ് ഗവൺമെന്റ് കാണിച്ചിരിക്കുന്നത്.
അവിടെയാണ് UDF-ഉം LDF-ഉം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ഈ കോൺഗ്രസ് അല്ല CPIM എന്നും ഉമ്മൻചാണ്ടി അല്ല പിണറായി വിജയൻ എന്നും UDF അല്ല LDF എന്നും വ്യക്തമാകുന്ന അവസരമാണിത്. ഞാൻ തിരികെ എത്താം. ശ്രീ PM മനോജ്, ദയവായി തുടരുക. ശ്രീ ജേക്കബ് ജോർജ്, അവിടെയാണ് ഒരു സുപ്രധാനമായ വിഷയമുള്ളത്. സ്വാഭാവികമായും ഇവിടെ പാർട്ടി ചില വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അത് സ്വാഭാവികമായും അത് കൃത്യമായി പാർട്ടി തന്നെ അല്ലെങ്കിൽ പാർട്ടി വക്താക്കൾ തന്നെ പറയാതെ അതിനെക്കുറിച്ച് പൂർണ്ണമായ ഒരു റിപ്പോർട്ട് നമ്മൾ പറയുന്നത് ശരിയല്ല. പക്ഷേ പാർട്ടി ഒരു കൃത്യമായ വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്, മന്ത്രിസഭ കൃത്യമായ ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസിന് ഇവിടെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ മറ്റു കാര്യങ്ങൾ ഇനി അന്വേഷണ തീരുമാനമെടുക്കേണ്ടതാണ്. ഈ ഒരു സാഹചര്യം കൂടി ില്ലേ ഒരു പക്ഷേ സർക്കാർ എടുക്കുന്ന ഒരു നിലപാടിന്റെ ഒരു പ്രതിഫലനം എന്നൊക്കെ പറയുന്നത്? ശ്രീ ജേക്കബ് ജോർജ്. ഹലോ, അതെ, തീർച്ചയായിട്ടും സർക്കാരിന്റെ ഒരു നിലപാട്, സർക്കാരിന് ഇത് കണ്ട് ഇരിക്കാനാവുന്നതല്ല. കാരണം EP ജയരാജന്റെ ചെയ്തി ഒരു ബന്ധു നിയമനം, അതും കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജൻ, അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിന് ശേഷം ഈ പിണറായി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനമാണ് ലഭിച്ചത്. ആ സ്ഥാനം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിൽ അർപ്പിച്ച ഒരു വിശ്വാസം കൂടിയായിരുന്നു. ആ വിശ്വാസത്തിനേറ്റ ഒരു ക്ഷതമാണ് ഈ ബന്ധു നിയമനം. സ്വാഭാവികമായിട്ടും അത് വിജിലൻസിന്റെ പരിധിയിൽ വരുമ്പോൾ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. അതനുസരിച്ച് ഉചിതമായ നടപടി അദ്ദേഹം തന്നെ സ്വീകരിക്കാനാണ് സാധ്യത. ഞാൻ തിരികെ എത്താം. ശ്രീ PM മനോജ്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി പ്രാഥമിക അന്വേഷണം നടത്തി മറ്റു കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒന്ന്, മന്ത്രിക്ക് ഇതിൽ നേരിട്ട് ഇൻവോൾവ്മെന്റ് ഉണ്ടോ, മറ്റ് ഖജനാവിന് നഷ്ടം വന്നോ, സർക്കാരിന് നഷ്ടം വന്നോ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ് ഒരു ഭാഗത്ത്. പക്ഷേ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പാർട്ടി ആയാലും സർക്കാരിനെ ആയാലും പ്രതിരോധത്തിലാക്കാൻ ഈ ഒരു വിഷയവുമായി ഊന്നിക്കൊണ്ടൊരു വലിയ ശ്രമം നടന്നിരുന്നു. നമ്മൾ കണ്ടതാണ് ഒരു ഘട്ടത്തിൽ സ്വാശ്രയ സമരം പോലെയുള്ള സമരങ്ങൾ എങ്ങും എത്താതെ ഒരു ഘട്ടത്തിൽ നിന്ന് പ്രതിപക്ഷത്തിന് മുന്നിൽ വീണ് കിട്ടിയ ഒരു അവസരമായൊക്കെ ഇത് മാറുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇതിൽ നിന്നൊക്കെ ഇത്തരം ആരോപണങ്ങളിലൊക്കെ സർക്കാർ എടുക്കുന്ന നിലപാട് അത് ഈ പറയുന്നത് പോലെയുള്ള ആരോപണങ്ങളിലൊക്കെ തന്നെയും അതൊരു മറുപടിയായി തന്നെ മാറുന്നില്ലേ? പ്രതിരോധത്തിലാക്കാൻ കുറെ ആൾ തീരുമാനിച്ചിറങ്ങി പുറപ്പെട്ടാൽ പ്രതിരോധത്തിലാവുന്ന ഒരു സർക്കാരല്ല എന്നുകൂടിയാണ് ഇവിടെ തെളിഞ്ഞത്. കാരണം ഈ ഉമ്മൻചാണ്ടിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക. വെറുതെ ഒരു 5 മാസം മുമ്പ് കേരളത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥ ആലോചിച്ച് നോക്കുക. ആ അവസ്ഥയിൽ ഈ ഇത്തരം ചോദ്യങ്ങളോടൊന്നും പ്രതികരിക്കാതിരിക്കുക, ഇത്തരം പ്രശ്നങ്ങളെ ഒന്നും അഭിമുഖീകരിക്കാതിരിക്കുക, അഭിസംബോധന ചെയ്യാതിരിക്കുക, ഇതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പതിവ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നേരിയ ഒരു അപഭ്രംശം പോലും പരിശോധിക്കപ്പെടുകയും നിയമത്തിന്റെ വഴിയിൽ പോവുകയും ചെയ്യുമെന്ന് വെറും വാക്കല്ല, തെളിയിക്കുകയാണ് ഗവൺമെന്റ് ഈ ഉത്തരവിലൂടെ. ഇന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം പരസ്യമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. ആ കാര്യങ്ങൾ വിജിലൻസ് പരിശോധന കൂടാതെ ഒരു MD നിയമനവും നടത്തില്ല എന്നാണ്. എന്ന് മാത്രമല്ല, നിയമനങ്ങളിൽ ഇനി എപ്പോഴെങ്കിലും സ്വജനപക്ഷപാതം വരികയാണെങ്കിൽ അതുകൂടി തടയാനായി നിയമനിർമ്മാണം നടത്താൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ച വിവരമാണ് അദ്ദേഹം പുറത്തുവിട്ടത്. ഇതുവരെ ഉയർന്നു വന്ന നിയമനങ്ങളെ കുറിച്ച് ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ആക്ഷേപങ്ങൾ ആകെ ചീഫ് സെക്രട്ടറി പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറി ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ ഒരു നിയമത്തിന്റെ വഴിക്കും ജനഹിതത്തിന്റെ വഴിക്കും സഞ്ചരിക്കുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ടായി എന്ന് തന്നെയാണ് സവിശേഷത. ആ സവിശേഷതയാണ് ഇപ്പോ EP ജയരാജനെ പറ്റിയ ചില പാളിച്ചകളാണല്ലോ ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായും അങ്ങനെ ഈ ജേക്കബ് ജോർജ് പറഞ്ഞല്ലോ, EP ജയരാജൻ മന്ത്രിസഭയിലെ 2ാമനാണ്. ഏത് ഉന്നതന് അത്തരം അപഭ്രംശം സംഭവിച്ചാൽ പോലും അത് പരിശോധിക്കപ്പെടുന്ന സംവിധാനം സംസ്ഥാനത്തുണ്ട് എന്നതാണ് പ്രധാനം. അതിലാണ് ഈ വ്യത്യസ്തത തെളിയുന്നത് എന്നാണ് എന്റെ അഭിപ്രായം. വളരെ നന്ദി ശ്രീ PM മനോജ്. ഒപ്പം തന്നെ ശ്രീ ജേക്കബ് ജോർജ് അവസരത്തിൽ സംസാരിച്ചതിന്. പ്രാഥമിക അന്വേഷണത്തിനാണ് ജയരാജനെതിരെ ഇപ്പോൾ ഉത്തരവ് ഇടുന്നത്. നാളെ വിജിലൻസ് ഡയറക്ടർ ഉത്തരവ് പുറപ്പെടുവിക്കും.